എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് കുറച്ച് സുഖമില്ല കേട്ടോ. ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നല്ല തലകറക്കമാണ്. അതാണ് സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. എന്നാലും ഞാൻ ചെറിയൊരു വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടി വന്നാണ്ട്. മോളുടെ സ്കൂളിൽ ഇന്നലെ യെല്ലോ ഡേ ആയിരുന്നു. അപ്പോൾ അവൾക്ക് യെല്ലോ കുറച്ച് തിങ്സൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം മുന്നേ ഉള്ള പ്രിപ്പറേഷനൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാനും മോനും കൂടെയാണ് ഉണ്ടാക്കിയത്. ഞാനൊരു കുഞ്ഞു പൂച്ചക്കുട്ടീനെയും അതേപോലെ ഒരു സ്റ്റാറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവനാണ് നെയ്മർ ഫാൻ ആയതുകൊണ്ട് നെയ്മറിൻ്റെ ഒരു ജേഴ്സിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഓൾറെഡി യെല്ലോ ഡ്രസ്സ് വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വാങ്ങാതെ അയച്ചിലായി. യെല്ലോ ഡ്രസ്സും അതിൻ്റെ വളയും മാലയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ പൂച്ചക്കുട്ടി എങ്ങനെയുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ മോൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം മോൻ എന്നെ ചടപ്പിച്ചു. മോനോട് പറഞ്ഞു, എന്ത് കാര്യത്തിനാണ് അമ്മ എന്നെ യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ അത് വീണ്ടും അമ്മ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഇടേണ്ട ആവശ്യമുണ്ടോ, അവർക്ക് വേണമെങ്കിൽ അവർ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിക്കോളൂലേ എന്ന് ചോദിച്ച് എന്നെ ആകെ എന്താ പറയുക, ആകെ ചടപ്പിച്ചു. കാരണം നമ്മളുണ്ടാക്കുന്നത് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണല്ലോ ഉണ്ടാക്കുക. പക്ഷേ അവൻ എന്നെ ആകെ ചടപ്പിച്ച് ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞു. അമ്മയെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് അമ്മേൻ്റെതായ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അത് യൂട്യൂബിലിട്ടാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ആകെ നശിപ്പിച്ചു. പക്ഷേ ഈ സ്റ്റാറൊക്കെ എൻ്റെതായ കണ്ടുപിടുത്തം കേട്ടോ. പൂച്ചക്കുട്ടി ഞാനൊന്നും യൂട്യൂബിൽ നോക്കിയിട്ടല്ല ഉണ്ടാക്കിയത്. മോഡൽസ് നോക്കിയിട്ട് ഇമേജസിൽ ഗൂഗിളിൽ ഇമേജസിൽ പേപ്പർ ക്രാഫ്റ്റ് ഐറ്റംസ് നോക്കിയിട്ട് അത് ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുക ചെയ്തത്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മോനെ സഹകരിക്കാത്തത് കൊണ്ട്. പിന്നെ ഞാൻ പിറ്റേ ദിവസം മോളെ ഒരുക്കുന്നൊരു വീഡിയോ അതെങ്കിലും എടുത്ത് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് വേണമെങ്കിൽ എടുത്തു തരാമെന്ന് പറഞ്ഞ് എടുത്ത് തന്നതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ ഇങ്ങനെ ഒരു യെല്ലോ കുട്ടിയാക്കി അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉണ്ടാക്കുന്നത് ഈ ഒരു ക്രൗണൊക്കെ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കിയത് കേട്ടോ. യെല്ലോ ക്യൂൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എഴുതി ഒരുക്കി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ നെയ്മർ ജൂനിയറിൻ്റെ ഒരു ജേഴ്സി അതിൻ്റെ മോൻ്റെ കലാവിരുതാണ്. അവനത് ഇഷ്ടമായതുകൊണ്ട് അവൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു കുഞ്ഞ് യെല്ലോ ക്യൂനായിട്ട് ഞാൻ മോളെ ഒരുക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുക, ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് എനിക്കും യെല്ലോ ഡേ, ഓറഞ്ച് ഡേ, റെഡ് ഡേ ഒക്കെ ഉണ്ടായ സമയത്ത് ഇങ്ങനെയൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് വീഡിയോ എടുത്ത് വയ്ക്കാത്തത് കൊണ്ട് തെളിവൊന്നുമില്ല, പക്ഷെ അന്നും ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോളുടെ യെല്ലോ ഡേ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.